ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയാഷ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കോടാനുകോടി രൂപ കൊടുത്ത് കുറേയധികം സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. പക്ഷെ നിങ്ങൾ അത് വിൽക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അത് പണയം വെക്കാൻ പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ആ ആവശ്യത്തിന് വേണ്ടി ആ സ്ഥലത്തിന്റെ ഇടപാടുമായി പോകുമ്പോൾ നിങ്ങളോട് പറയുകയാണ് ആ സ്ഥലത്തിന് നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല, അത് വഖ് എന്ന് പറയുന്ന ആ ഒരു ബോർഡിന്റെ കീഴിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ ചേർന്ന ആ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? അപ്പോൾ ആ ഒരു രീതിയിലുള്ള പെർമിഷനാണ് ഈ വഖ് എന്ന് പറയുന്ന ഈ ബോർഡിനെ 1995 ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്നതും അതിനുശേഷം പിന്നീട് പല വർഷം, അതായത് കഴിഞ്ഞ 2022 തന്നെ തമിഴ്നാട്ടിൽ തന്നെ വലിയൊരു പ്രശ്നമെല്ലാം ആയതാണ്. ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ്നാട്, ഡൽഹി, മഹാരാഷ്ട്ര ഇങ്ങനെ പോലെ സംസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയൊരു പ്രശ്നമായി മാറിയതുമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ഈ വഖ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡ്, അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ്, അതായത് നമ്മുടെ സ്ഥലം ഇവരുടെ സ്ഥലമാണെന്ന് പറയുന്നത് ക്ലെയിം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിനെ നമ്മൾ പ്രൂവ് ചെയ്യണം, അല്ലാണ്ട് ഇവർ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ ശരിയാണോ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ വഖ് അല്ലെങ്കിൽ ഈ വഖ് ബോർഡ് എന്ന് പറയുന്നത് ഇത് എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇസ്ലാം മതത്തിൽ വരുന്നതാണ്. അപ്പോൾ അറബിക്കിലാണ് ഈ വഖ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതായത് ഡിവോഷൻ അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എന്ന് പറയും. അതായത് ഈ ഒരു വഖ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് പറയുന്നത് ഇപ്പോൾ മുസ്ലിം മതത്തിൽ പറയുകയാണെങ്കിൽ 18 വയസ്സിന്റെ മേലെയുള്ള ആൾക്കാർക്ക് ഇസ്ലാം മതത്തിലോട്ട് അവർക്ക് അവരുടെ സ്ഥലം ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന അസറ്റ് എല്ലാം തന്നെ പിന്നീട് ഇസ്ലാം മതത്തിന്റെ അവരുടെ പള്ളികൾ നിർമ്മിക്കാനും എഡ്യൂക്കേഷൻ സെന്റർ നിർമ്മിക്കാനും ചാരിറ്റി ഹോമുകൾ ഇതാക്കാനും അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം തന്നെ ഈ ബോർഡ് നിയന്ത്രിക്കാനാണ്, അല്ലെങ്കിൽ ഈ ബോർഡിന്റെ അടുത്തായിരിക്കും ആ സ്ഥലത്തിന്റെ ഫുൾ കൺട്രോളും വരുന്നത്. അപ്പോൾ ഇതാണ് പൊതുവെ ഈ വഖ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിന്റെ ഫുൾ ആയിട്ടും അർത്ഥം. അതായത് മുസ്ലിം ആൾക്കാര് അവരുടെ സ്ഥലം അവർ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ എന്താ പ്രശ്നം എന്ന് പലർക്കും സംശയം തോന്നാം. അപ്പോൾ ഇന്ത്യയിൽ 1954 ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആ ഒരു സമയത്താണ് ഈ വഖ് നിയമം അല്ലെങ്കിൽ ഈ വഖ് ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് തനിച്ചായിട്ട് അതായത് പാർലമെന്റിൽ പാസ്സാക്കുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ ഒരു വഖ് ബോർഡ് അല്ലെങ്കിൽ ഈ വഖ് അതോറിറ്റി എന്ന് പറയുന്ന ഈ ഒരു അതോറിറ്റി രൂപീകരിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് മുസ്ലിങ്ങൾക്ക് അവരുടെ സ്ഥലങ്ങളൊന്നും തന്നെ അതായത് മൈനോറിറ്റി ആയതുകൊണ്ട് അവരെ നഷ്ടപ്പെടരുത് എന്ന ഉദ്ദേശം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തനിച്ചുള്ള അതോറിറ്റിനെ നിയമിച്ചത്. പക്ഷെ ഇതിൽ തന്നെ പലർക്കും പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ അതായത് സ്ഥലങ്ങളും അതുപോലെ തന്നെ പള്ളികളെല്ലാം നോക്കുന്നത് അവരുടെ ചർച്ചും ഇടവകയൊക്കെ ആയിരിക്കും. പക്ഷെ ഹിന്ദുക്കളുടെ അതായത് അമ്പലങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ ആ സ്റ്റേറ്റിന് ഇത്ര എമൗണ്ട് ഓഫ് കമ്മീഷൻ, അതായത് ഇപ്പോൾ ശബരിമലയിൽ നിന്നൊക്കെ ഇത്ര എമൗണ്ട് ഓഫ് കമ്മീഷൻ ഇന്ന സ്ഥലത്ത് കൊടുക്കണം എന്ന് പറയുന്ന നിയമമെല്ലാം തന്നെ ഇറക്കുന്നതും അതുപോലെ തന്നെ പാസ്സാക്കുന്നതും അതായത് സ്റ്റേറ്റ് ബോർഡാണ്. പക്ഷെ ഇതേ അവസ്ഥ മുസ്ലിങ്ങളുടെ പള്ളിയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ പള്ളിയിലോ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് പണ്ട് തൊട്ടേ ഈ വഖ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡുമായിട്ട് പണ്ട് തൊട്ടേ എതിർപ്പുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എല്ലാ റിലീജിയനും, അതായത് ഇപ്പോൾ ക്രിസ്ത്യൻസ് എങ്ങനെ നോക്കുന്നോ അതേപോലെ തന്നെ ഹിന്ദുക്കൾക്കും സ്വന്തമായിട്ട് അവരുടെ അമ്പലങ്ങളെല്ലാം വിട്ടുകൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ പല ഗവൺമെന്റും ഇത് സമ്മതിച്ചില്ല. കാരണം അവരുടെ വരുമാനത്തിൽ നേരിയ രീതിയിൽ കുറവുണ്ടാവും എന്ന് മനസ്സിലായിക്കൊണ്ട് പല ഗവൺമെന്റും ഇത് ഇന്ന് വരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം 1995 ആയപ്പോൾ അപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററായ നരസിംഹറാവു ഇതിൽ വലിയ തിരുത്തമാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഈ ഒരു തിരുത്തം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതായത് അതുവരെ ഉണ്ടായിരുന്നേക്കാട്ടിലും കൂടുതൽ പവർ, അതായത് ആൾക്കാരൊക്കെ പറയുന്നത് ആവശ്യത്തിൽ കൂടുതൽ പവർ ആയിരുന്നു ഈ ഒരു ബോർഡിന് തനിച്ചു കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം പവർ കൊടുത്തുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ഇവർക്ക് ക്ലെയിം ചെയ്യാം, ഇങ്ങനെയുള്ള പവർ എല്ലാം കിട്ടുന്നു. അപ്പോൾ ഇത്രയധികം പവർ ഇവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവര് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡൽഹി എന്ന് പറയുന്ന ആ ഒരു പൊതുവെ ഡൽഹി എന്ന് പറയുന്ന സ്ഥലം ഒരു ചെറിയൊരു സ്ഥലമാണ്, അതായത് ഒരു ചെറിയൊരു സംസ്ഥാനമാണ്. അതിൽ 123 സ്ഥലങ്ങൾ ഈ വഖ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിന്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നു. ഇതിൽ ഹൈലൈറ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വഖ് എന്ന് പറയുന്ന ഇവർ ഡിക്ലെയർ ചെയ്താൽ ഈവൻ ഡൽഹി ഹൈക്കോടതി പോലും അതായത് മുസ്ലിങ്ങളുടെ സ്ഥലത്താണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവരെ അറിയിച്ചത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നം ആ ഒരു വട്ടം ഡൽഹിയിലെല്ലാം ഉയർന്നിരുന്നു. കാരണം എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ബിൽഡിംഗ് നിങ്ങളുടെ സ്ഥലത്ത് വരിക? ഇതേപോലെ 123 സ്ഥലങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2013-14 ഇലക്ഷൻ, ആ വട്ടത്തെ ഇലക്ഷൻ ഇത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകുകയും അതുപോലെ തന്നെ പിന്നീട് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം വലിയ രീതിയിൽ ഇത് ചർച്ചാ വിഷയമാകാതെ ഇരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ 2022 തമിഴ്നാട് ഒരാൾ അവരുടെ സ്ഥലം വിൽക്കാൻ പോയി. അപ്പോൾ സ്ഥലം വിൽക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് ഈ സ്ഥലം വിൽക്കണമെങ്കിൽ നീ NOC സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് NOC. അപ്പോൾ ഈ NOC സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് അദ്ദേഹം സെല് ചെയ്യാൻ, അതായത് സ്വന്തമായിട്ട് ഓൺ ചെയ്ത ആ സ്ഥലം സെല് ചെയ്യണമെങ്കിൽ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡ്, അതായത് അദ്ദേഹത്തിന്റെ സ്ഥലം അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതറിഞ്ഞ് അദ്ദേഹം ഷോക്കായി. കാരണം അദ്ദേഹം അതുപോലെ തന്നെ പാരമ്പര്യമായി ജീവിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഇവരുടെ സ്ഥലമാവും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതൊരു വലിയൊരു പ്രശ്നമായി മാറ്റുന്നു. പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് വ്യക്തമായത്, അതായത് ആ ഒരു ഗ്രാമത്തിലുള്ള മാക്സിമം സ്ഥലങ്ങളും അപ്പോൾ ഈ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഗ്രാമ ആൾക്കാരെല്ലാം തന്നെ ഒന്ന് അമ്പരന്ന് പോകുന്നു. അതുപോലെ തന്നെ അവര് അതായത് കോടതിനെല്ലാം സമീപിക്കാൻ തുടങ്ങി. അതായത് എന്തുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ പാരമ്പര്യമായുള്ള സ്ഥലമാണ്, ഇത് എങ്ങനെ ഇവരുടെ സ്ഥലമായി എന്ന് ചോദിച്ച് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ വ്യക്തമാകുന്നത്, അതായത് അവിടെ ഇവരുടെ സ്ഥലം മാത്രമല്ല 1500 വർഷം പഴയതായ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെ ഇവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഇവർ ക്ലെയിം ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലെയിമിനെ തുടർന്ന് അതായത് ഇന്ത്യയിൽ മുസ്ലിം എന്ന് പറഞ്ഞ ഈ ഒരു വിഭാഗം വന്നിട്ട് തന്നെ ഏകദേശം 1400 വർഷമോ ആയിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പിന്നെയും 100 വർഷം പഴമയുള്ള ആ ഒരു ഹിന്ദു ക്ഷേത്രം ഇവരുടെ സ്ഥലമാവും എന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കി. ഇത് തമിഴ്നാട്ടിൽ മാത്രമല്ല, തെലങ്കാനയിൽ ഹോട്ടൽ മാരിയറ്റ് എന്ന് പറയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഇവരുടെ വഖ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിന്റെ കീഴിലാണ്, അതായത് ഇവരുടെ സ്ഥലത്താണ് കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവര് ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്ലെയിമിനെ തുടർന്ന് ഈ മാരിയറ്റ് എന്ന് പറയുന്ന ഇവര് അതായത് സർക്കാരിനെ പോയി സമീപിക്കുന്നു. സർക്കാരും ഇതിൽ കൈയൊഴിയുന്നു. അതിനുശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ കോടതിനെ പോയി സമീപിക്കുന്നു. അപ്പോൾ കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതായത് ഈ ഒരു സ്ഥലം നിങ്ങളുടെ സ്ഥലമല്ല, ഇത് നിങ്ങളുമായിട്ട് അതായത് ക്ലെയിം ചെയ്ത് ഫുള്ളായിട്ടും ഫേക്കാന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്ട് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഹോട്ടൽ മാരിയറ്റിന് അവരുടെ സ്ഥലം തിരിച്ചു കിട്ടുകയും ചെയ്തത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഇതേ സെയിം അവസ്ഥ തന്നെ ഉണ്ടായിരുന്നത്. അത് മഹാരാഷ്ട്രയിൽ ഒരു വലിയൊരു ഗ്രാമത്തിന് ഇവര് പറഞ്ഞു ഇവരുടേതാണ്, അവരവിടെ താമസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാക്സ് അയക്കുന്നു. അപ്പോൾ ആ ഫാക്സിൽ എന്താ പറയുന്നത് വെച്ചാൽ 15 ദിവസം കൊണ്ട് നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം, അതായത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വലിയൊരു പ്രശ്നമാക്കുകയും ആൾക്കാരെല്ലാം തന്നെ കോടതിനെ പോയി സമീപിക്കുകയും അതായത് ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഇവിടെ താമസിച്ചു വരികയാണ്, ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, പിന്നെ എങ്ങനെ ഇവരുടെ സ്ഥലമാവുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. അപ്പോൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുമ്പോൾ തൽക്കാലമായിട്ട് ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റീനെ അതായത് കോടതി സ്റ്റേയിൽ ഇടുക അല്ലാണ്ട് ആ ഒരു നിയമമെല്ലാം പിന്നീട് വർഷങ്ങളോളം നീങ്ങുന്നതുകൊണ്ട് ആൾക്കാർ പിന്നീട് ശ്രദ്ധിക്കാതെ പോകുന്നു. പിന്നെയും അടുത്ത വട്ടം ഇങ്ങനെ ക്ലെയിം ചെയ്യുമ്പോഴാണ് ആൾക്കാരുടെ തന്നെ ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റി എത്രമാത്രം പ്രശ്നമാണ് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ആൾക്കാർ അറിയുന്നത്. വഖഫ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിനെ ഫുള്ളായിട്ടും അതായത് സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫണ്ട് ചെയ്യുന്നതെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ്. ഇന്ത്യയിലെ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിനെ ഫുള്ളായിട്ട് ഫണ്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല അതായത് 1991 ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവരുന്നു. ഇതുവരെ ഏതെല്ലാം പുണ്യസ്ഥലങ്ങൾ അതായത് ഇപ്പോൾ അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, മുസ്ലിം പള്ളി ആയിക്കോട്ടെ, അതെല്ലാം തന്നെ അവിടെ റിമൈൻ ചെയ്യും, അതിനെ വീണ്ടും റീക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമമായിരുന്നു കൊണ്ടുവരുന്നത്. പക്ഷെ ഈ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതായത് അതിനുശേഷമാണ് ഈ വഖഫ് എന്ന് പറയുന്നത് ഇവർക്ക് കൂടുതൽ അതോറിറ്റി കൊടുത്തത്. അപ്പോൾ ആൾക്കാർ പറയുന്നത് ഈ ഒരു നിയമപ്രകാരമാണെങ്കിലും 1500 വർഷം പഴക്കമുള്ള ആ ഒരു ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കളുടെ അല്ല, പിന്നെ എങ്ങനെയാണ് ഇവരുടെ കൈവശം പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും വലിയ രീതിയിലുള്ള പ്രശ്നമെല്ലാം അറിയിച്ചു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിന് അതായത് ഫണ്ട് ഇത്രയും കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഈസി ആയിട്ട് ക്ലെയിം ചെയ്ത് പോകുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. ഈ ക്ലെയിം ചെയ്ത സ്ഥലങ്ങളെല്ലാം തന്നെ ഇവരുടെ സ്ഥലമായി ഡിക്ലെയർ ചെയ്യുന്നു. പിന്നീട് ഇത് അല്ല എന്ന് തെളിയിക്കേണ്ടത് അതാത് സ്ഥല ഉടമേന്റെ ആവശ്യമാണ്. അപ്പോൾ ഇത് ആൾക്കാർക്ക് പൈസ ഇല്ലാത്തവരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് അനുഭവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ മോഡി ഗവൺമെന്റ് 3ാമത്തെ വട്ടം വന്നപ്പോൾ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും എന്നാണ് ഇപ്പോൾ കൂടുതലും അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് ഫുൾ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഒരു കാര്യം പോലും വെള്ളം ചേർത്തില്ല. അതായത് ഈ ഒരു ബോർഡിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയാണെങ്കിൽ കുറെ ഡ്രോബാക്സ് ഇതിലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മിസ്റ്റേക്ക് ആയി തോന്നിയേ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ അമെന്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.